ഗായ്സ് കൊടും വെയിലത്ത് ഇവിടെ വന്ന് പണിയെടുക്കല് പണിയാ. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ടാണ് പണിയെടുക്കണേ. അപ്പോൾ നമ്മൾ ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സാധനം. ഇത് വട്ടയുടെ കൊമ്പ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെരിച്ചു വാർക്ക് പോലെ. അപ്പോൾ ഷീറ്റ് ഇവിടുന്ന് വലിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് വെള്ളം പൊക്കോളും. അങ്ങനത്തെ ഒരു മെത്തേഡാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കുറേ കുണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഡീലാക്കുന്നത്. വീടിൻ്റെ അടുത്ത് കുറേ പറമ്പുള്ളത് കൊണ്ടും അവിടെ നിന്ന് ആരും ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ വെട്ടിയെടുക്കാൻ സുഖം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട് ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് അപ്പുറത്തൊക്കെ. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ കയറി ഇതേമാതിരി വട്ട നൈസായിട്ട് കിട്ടും. വട്ടയ്ക്കൊരു കൊണ്ടുണ്ട്. വട്ട കുറേ നാൾ നിന്നോളും. അപ്പോൾ ഇതേമാതിരി വട്ട വെട്ടിയിട്ട് നമ്മൾ ഷെഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഞാനും അപ്പനും വീടിൻ്റെ അടുത്ത് 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 കൂടെയാണ് കെട്ടുന്നത്. കാരണം എനിക്ക് അപ്പനും കറക്റ്റായിട്ട് ഷെഡ് കെട്ടി ഇത്ര വലിയ ഷെഡ് കെട്ടാനായിട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ നമ്മൾ വേറെ 2 ചേട്ടന്മാരോട് വിളിച്ചിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ വെട്ടി നീറ്റായിട്ട് എടുക്കും. കഴിച്ച് ഇങ്ങനെ ഓരോ കമരകൾ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് വെട്ടുന്നു, ഓരോന്നോരോന്ന് ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുപോകണം. അവിടെ ഒരാളും കൂടി കൊണ്ടുപോകണ്ട കേട്ടോ. ഒരാൾ അങ്ങനെ കൊണ്ടുപോകണം, ഒരാൾ ഇവിടെ വെച്ച്. അപ്പോൾ ഇപ്പോൾ കറണ്ടിൽ വീണ്ട ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ വട്ടയ്ക്ക് എടുത്തിട്ട് വന്ന് വട്ട അപ്പുറത്ത് ചെരിച്ച് കെട്ടി സെൻറ്ററിൽ ഒരു 4-3 വട്ടം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മഴ പെയ്താലും വെള്ളം പെയ്താലും ഈ സൈഡിൽ കൂടെ ഒഴുകി നിലത്ത് പോകും. അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. ടാർപ്പായൊക്കെ വലിച്ച് കെട്ടി സൈഡിൽ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കുറച്ച് കാട്ടി കളയണം. അങ്ങനത്തെ പരിപാടികൾ. എന്നിട്ട് വീട്ടിൽ ഇനി കളയാനുണ്ട്, ചെളി അടിച്ച് കളയാനുണ്ട്. അതിന് കുറച്ച് ഞങ്ങൾ മോട്ടർ സെറ്റ് ചെയ്തിട്ട് മോട്ടറിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് മൊത്തം കഴുകി കളയും. പക്ഷേ ഓവറായിട്ട് ഗണ്ണൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പോകും. ഗണ്ണൊന്നും നമ്മളത് എടുക്കുക ഭയങ്കര ബഡ്ജറ്റ് കുറവായിരുന്നു. അപ്പോൾ നമ്മളത് അനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ച് മൊത്തം അടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കിടക്കുക എന്നുള്ള മൂഡിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചാൽ റൂമിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുക. റൂമിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ റൂമിൻ്റെ മൂലയ്ക്കായിട്ട് ഓട്ട കുത്തിയിട്ട് അതുവഴി നമ്മൾ ഈ വെള്ളമൊക്കെ കളയാനുള്ള പരിപാടിയാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ അതിനകത്ത് ഇതിടും, എന്താ പറയുക, സിമെൻറ്റ് ഇട്ട് അടയ്ക്കും. ഇപ്പോൾ ഇതൊരു കിച്ചൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പൊടിയും മണ്ണൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. മൊത്തം ഇത് തന്നെയായിരുന്നു. അപ്പം ഇത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ഇങ്ങനെ ചൂലൊക്കെ അടിക്കും. ഞാനിവിടെ നിന്ന് ഇതൊക്കെ അടിച്ച് കൊടുക്കും. എഡ്ജിൻ്റെ അവിടെ നിന്ന് ആൾ കോരിക്കളയും. അതായത് ഞാനിവിടെ നിന്ന് ഇത്തിരി വെള്ളം അടിച്ച് കൊടുക്കും, ആൾ അവിടെ നിന്ന് കാട്ടിക്കളഞ്ഞു ചെളിയില്ല. എന്നിട്ട് പിന്നെ നമ്മൾ 3-4 വട്ടം ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. വെള്ളം അടിക്കൽ, ക്ലീൻ ചെയ്യൽ. അങ്ങനെ 3-4 വട്ടം ചെയ്താലാണ് കുറച്ചെങ്കിലും ചെറിയ മര്യാദയ്ക്ക് പോകത്തുള്ളൂ. കാരണം ഇതൊരു 1-2 വർഷത്തോളം വീട് ആരും യൂസ് ചെയ്യാണ്ടൊക്കെ ആയിരുന്നു. അതായത് ഇങ്ങനെ വേസ്റ്റ് ആണ്. ഇതിൻ്റെ മറ്റേ വേരിൻ്റെ ഒക്കെ കാണാം, വേര് വരെ ഇതിൻ്റെ അകത്ത് ഇറങ്ങണം. കാരണം ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വട്ട കുറേ കുഞ്ഞു മരങ്ങളിൻ്റെ അകത്ത് മുളച്ചിട്ടുണ്ടായി. അതിൻ്റെ വേരുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കിടന്നിരുന്നൊക്കെ ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കളയും. അതേമാതിരി തന്നെ ഈ സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. സിമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല ഈ ഓട്ടകൾ എല്ലാ ഭണ്ഡാരം നമ്മൾ അടച്ച് മൂടണം. ലാസ്റ്റായിട്ട് നമ്മളിതേ വീണ്ടും അപ്പുറത്തെ ചപ്പും ചോറെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യണത്. കാരണം അപ്പുറത്തെ പറഞ്ഞ ഇപ്പോൾ കുറേ യൂസ് ചെയ്യാൻ തന്നെ പാമ്പും ഭണ്ഡാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് കൂട്ടിയിട്ട് കത്തിച്ച് സെറ്റാക്കി. ഇതുപോലെ തന്നെ ഇപ്പോൾ കറണ്ടിൽ ഈ വീടിൻ്റെ 4 സൈഡ് ടാർപ്പായി കെട്ടി സെൻറ്ററിൽ നിന്ന് ചെറിയ ടാർപ്പായി കെട്ടി. കാരണം ആ ടാർപ്പായി ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് കാറ്റടിക്കും, പ്രശ്നമാവും. അപ്പോൾ ഇതാണ് വീട്ടിൽ വാതിലായിട്ട് യൂസ് ചെയ്യണത്. പുറത്തുനിന്ന് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് അങ്ങോട്ട് വീഴത്തില്ല. ഈ സാധനം ഊരി കഴിഞ്ഞാൽ വാല് തുറക്കാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പ് സെറ്റ് ചെയ്താണ്. അപ്പോൾ ഇത് പുറത്ത് എൻ്റെ ബൈക്കുകളൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബൈക്കിലാണ് ഓടിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും പാക്കലാം.